നമസ്കാരം. പോയിന്റ് ബ്ലാങ്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് കോൺഗ്രസ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വയനാട്ടിൽ വലിയ നേതൃസമ്മേളനമാണ് നടന്നത്. വലിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് കോൺഗ്രസ് അരയും തലയും മുറുക്കി ഇറങ്ങാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ രാജ്യത്ത് തന്നെ സമുന്നത നേതാക്കളിൽ ഒരാളായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ് പോയിന്റ് ബ്ലാങ്കിലെ ഇന്നത്തെ നമ്മുടെ അതിഥി. എല്ലാ പ്രേക്ഷകർക്കും ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ശ്രീ KC വേണുഗോപാൽ. നമസ്കാരം. നമുക്ക് 2 ദിവസത്തെ അതിഗംഭീരമായ നേതൃ ക്യാമ്പ് അല്ലെ, ലീഡേഴ്സ് സമ്മിറ്റ് എന്നാണ് പറഞ്ഞത്. ലക്ഷ്യ 26 എന്നൊക്കെയാണ് നിങ്ങൾ അതിനെ പേരിട്ട് വിളിച്ചത്. നിശ്ചയമായും വലിയ ആത്മവിശ്വാസം മാത്രമല്ല, വലിയ ലക്ഷ്യമാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് കേവലം അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമല്ല, 100-ന് മുകളിൽ സീറ്റ് വാങ്ങിക്കൊണ്ട് അധികാരത്തിലേക്ക് വരിക, ആധികാരികമായി അധികാരത്തിലേക്ക് വരിക, അങ്ങനെ വലിയ ലക്ഷ്യമാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം എന്താണ് ശ്രീ KC വേണുഗോപാൽ? ഇതിനകത്ത് ഒരു ദിവസം കൊണ്ടുണ്ടായ ആത്മവിശ്വാസമല്ലത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഒരു തുടർഭരണം ഉണ്ടാവുക കേരളത്തിൻ്റെ സ്വാഭാവിക രീതി വെച്ചിട്ട് നടക്കുന്നതായിരുന്നില്ല. പക്ഷെ തുടർഭരണം കൊടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായി. അന്നത്തെ ഒരു പശ്ചാത്തലം കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലം നമുക്കൊക്കെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് വന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു നോക്കിയോ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തോടുകൂടി, അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി. ഇതിനെ ഇങ്ങനെയാണ് കാണേണ്ടത്, അല്ലാണ്ട് ഒരു ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ മാത്രം ഉണ്ടായ വിജയമായിട്ടല്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, തുടർഭരണത്തിലുണ്ടായത് ആകസ്മികമായൊരു തുടർഭരണം കണ്ടിന്യൂ ചെയ്യാൻ, ജനങ്ങളുടെ മനസ്സ് അതിലേക്ക് കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിന് ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അപ്പോൾ അത് ഫലപ്രദമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വോട്ടാക്കി മാറ്റാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞാൽ ഇത് 100 സീറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു അരിത്തമെറ്റിക് ആവും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. സംസ്ഥാനത്ത് സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്. ഇപ്പോൾ താങ്കൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ 2021 തുടർഭരണം ഉണ്ടായതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഡെഫിനറ്റായിട്ടും. അതുപോലെ തന്നെ ഒരു മണ്ഡലം നിങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു, നിലമ്പൂർ. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു UDFന് അനുകൂലമായ ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘടകം മാത്രമാണോ ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? അല്ല, അത് മാത്രമല്ല, പ്രിപ്പറേഷൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ആത്മവിശ്വാസം കൊണ്ട് മാത്രം ഒരു തിരഞ്ഞെടുപ്പിൽ നമ്പറിലേക്ക് എത്തുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. ആത്മവിശ്വാസവും പൊളിറ്റിക്കൽ ക്ലൈമറ്റും എല്ലാം ഒത്തിണങ്ങുന്ന രീതിയിൽ ഒരു നെറേറ്റീവും ക്യാമ്പയിനിങ്ങും ഇലക്ഷനിയറിങ്ങും ഒപ്പം കാൻഡിഡേറ്റ് സെലക്ഷനും, ഇതെല്ലാം കൂടി വരുമ്പോഴേ ഇതൊരു കോമ്പിനേഷനായിട്ട് വന്ന് നമ്മുടെ വിജയലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ഭാഗ്യവശാൽ ഈ 4 കാര്യത്തിലും, ഇലക്ഷനിയറിങ്ങിൻ്റെ കാര്യത്തിൽ, ക്യാമ്പയിനിങ്ങിൻ്റെ കാര്യത്തിൽ, കാൻഡിഡേറ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആത്മവിശ്വാസം വോട്ടായി മാറുമെന്നും ജയിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടൽ നമ്മൾ എത്തുന്നത്. ഇപ്പം 2016 UDFും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 4%. തുടർഭരണം വരുമ്പോൾ 2% വർദ്ധിക്കുന്നു, സീറ്റുകൾ വർദ്ധിക്കുന്നു, 91-ൽ നിന്ന് 99-ലേക്ക് എത്തുന്നു. ഇപ്പോൾ നിലവിൽ 6% വോട്ടിൻ്റെ വ്യത്യാസം യഥാർത്ഥത്തിലുണ്ട് എന്ന് മാത്രവുമല്ല ശ്രീ KC വേണുഗോപാൽ, നമ്മളിപ്പോൾ ഈ LDF കാൻഡിഡേറ്റുകളുടെ ഭൂരിപക്ഷം, വിജയിച്ചു വന്ന ഭൂരിപക്ഷം നോക്കിയാൽ ഏതാണ്ട് 80% കാൻഡിഡേറ്റ്സും എബോവ് 20,000 ഒക്കെ നേടിക്കൊണ്ടാണ് വിജയിച്ചും വന്നിരിക്കുന്നത്. അതായത് 6% വോട്ടിൻ്റെ വ്യത്യാസം ഇപ്പോൾ തന്നെയുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും, ഭൂരിഭാഗം മണ്ഡലങ്ങളിലും 20, 25, 30, 35 നിലയ്ക്കുള്ള ഭൂരിപക്ഷമുണ്ട്. ഇനിയിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് നോക്കിയേ, നിങ്ങൾക്ക് കൂടിയിട്ടുള്ളത് 7 ലക്ഷം വോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യത്യാസം എത്രയാണെന്നറിയാമോ? UDF LDFും തമ്മിൽ 20 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ വ്യത്യാസമാണ്. എങ്ങനെയാണ് ഇത് അരിത്മെറ്റിക്കലി ശരിയാവുക? ഈ അരിത്മെറ്റിക് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ സർക്കാർ വീണ്ടും വേണമോ എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ ഒരു ചോദ്യത്തിന് മുമ്പിൽ നോ എന്ന് പറയുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരുമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ കരുതേണ്ട ചില ഘടകങ്ങളുണ്ട്. അവരുടെ സീറ്റിംഗ് MLAമാർ, അതുപോലെ തന്നെ അവരുടെ വോട്ടിംഗ് പാറ്റേണിൻ്റെ രീതികൾ, ഡീലിമിറ്റിന് ശേഷം വന്നിരിക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ വന്നിരിക്കുന്ന ചില സ്വഭാവങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സംശയം വേണ്ട. അപ്പോൾ ഇതിനെ മറികടക്കാവുന്ന രീതിയിലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾ ഇപ്പം ബി ഫ്രാങ്ക് താങ്കളോട് തുറന്നു പറയാണ്, ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഇലക്ഷൻ എന്ന് ഞങ്ങൾ ധരിച്ചിരുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനായിരുന്നു. കാരണം ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷന് ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ലോക്കൽ ബോഡി ഇലക്ഷൻ എന്നും റിബലുകളുടെ അയ്യരുകളിയാണ് കോൺഗ്രസിനകത്തുള്ളത്. ഈ റിബലുകളായിരിക്കും നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങൾക്ക് ദോഷമായിട്ടും വരുന്നത്. ഉദാഹരണത്തിന് ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ
ഒരു 50 അടുത്ത് റിബൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 അടുത്ത് റിബൽ ഉണ്ടെങ്കിൽ ഈ റിബൽ നേരെ 2 മാസം കഴിഞ്ഞ ഇലക്ഷനാണ്. ഒരു 6 മാസം കിട്ടിയാൽ നമുക്കത് പാച്ചപ്പ് ചെയ്യാൻ പറ്റും. അതെ അതെ 2 മാസം കഴിഞ്ഞ് നേരെ അസംബ്ലി ഇലക്ഷനിൽ പോകുമ്പോൾ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ള ഒരു വല്ലാത്ത ചിന്തയിലായിരുന്നു ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങളുടെ ചരിത്രത്തിലില്ലാത്തവണ്ണം റിബൽ ശല്യം വളരെ കുറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ഇത് നമ്മൾ നിങ്ങൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഞാൻ പറയാം. നമ്മൾ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ വോട്ടാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചിലയിടത്ത് ഞാനൊരു കാര്യം പറയാം. കോൺഗ്രസ് ഒരിക്കലും ജയിക്കാത്ത വാർഡുകൾ, കോൺഗ്രസ് ഒരിക്കലും ജയിക്കാത്ത പഞ്ചായത്തുകൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട് എന്ന് കാണുമ്പോൾ അത് കേവലം വാർഡിലെ റിഫ്ലക്ഷൻ മാത്രമല്ല, ഒരു പൊതു നിരാസം ജനങ്ങളുടെ ഇടയിൽ സർക്കാരിനെതിരായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആഫ്റ്റർ ഡീലിമിറ്റേഷൻ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞാൻ പറയാം ഒരു 40 കോൺസ്റ്റിറ്റ്യുവൻസി എങ്കിലുമൊക്കെ അവർക്ക് അവരുടെ ഒരു ഷുവർ മണ്ഡലങ്ങളായിട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അത് 40 മണ്ഡലങ്ങളിലേക്ക് കടന്നു കയറാൻ 140 മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. 40 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് വലിയ വിജയസാധ്യത അവർ ഉറപ്പാക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റ്. വേസ്റ്റ് കേസ് സിനാറിയോ ആണ് നമ്മൾ എടുക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം പ്രോ ഇൻകംബൻസി വേവ് വരുന്നു, നിങ്ങൾ നിലംപരിശാകുന്നു, 21 സീറ്റേ ഉള്ളൂ. അപ്പോൾ 21 സീറ്റിൽ നിന്ന് കോൺഗ്രസിന് ഒരു 60 സീറ്റ് കിട്ടണം. ശ്രീ KC വേണുഗോപാൽ അടുത്ത സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ അത്രയും വലിയൊരു കുതിച്ചുചാട്ടം സാധ്യമാണ് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും 21 സീറ്റിൽ നിന്നും 60 സീറ്റിലേക്കുള്ള യാത്രയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. ഈ കാണുന്ന പൊളിറ്റിക്കൽ സാഹചര്യം വെച്ച് അതിലേക്ക് എത്തുന്നതിന് ഞാനിപ്പം ബോഷ്ക്ക് വന്ന് ഉണ്ണിയുടെ മുമ്പിൽ വെച്ച് പറയാമെന്നുള്ള രീതിയിൽ കാണണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള 61 സീറ്റിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റും അതിന് വേണ്ടുന്ന ഇലക്ഷനിയറിംഗും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. 2001 സംഭവിച്ചിട്ടുണ്ട് അല്ലേ? 2001 സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധ്യമാണ്. പക്ഷേ 2001 ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സാഹചര്യം അല്ല ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യം. 2001 താങ്കൾ പറയുന്നത് 100% ശരിയാണ്. 2001 ശേഷം 2021 വരെയിലെ അസംബ്ലി ഇലക്ഷൻ എടുത്ത് നോക്കിയാൽ അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾക്ക് വോട്ട് കുറയും. പാർലമെൻറ്റ് ഇലക്ഷനിൽ 2004-ലെത്തെയും 2004-ത്തെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പാർലമെൻറ്റിൽ ഞങ്ങളുടെ വോട്ടുകൾ വർദ്ധിക്കുകയും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുറയുകയും ചെയ്യുന്നു. അതെ, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേണിലേക്ക് കേരള അസംബ്ലി ഇലക്ഷൻ പോകുന്ന ചിത്രമായിരിക്കും ഇപ്പോൾ ഉണ്ടാകുമ്പോൾ. അതാണ്. അപ്പോൾ ഒരു വലിയ ക്ലീൻ സ്വീപ്പാണ്, അത്തരത്തിലൊരു തരംഗമാണ് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു രാഷ്ട്രീയ കോമ്പിനേഷനിലേക്ക് കേരളം പോകുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഈ പറയുന്ന UDFൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെർഫോമിംഗ് പാർട്ടി എന്ന് പറയുന്നത് ലീഗ് മാത്രമാണ് അല്ലേ? ഇപ്പോൾ ഞാൻ കണക്കുകൾ നോക്കുമ്പോൾ 2011 ലീഗ് ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അന്ന് അവർക്ക് 20 സീറ്റ് ലഭിച്ചിട്ടുണ്ട് 2011. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റ് എന്ന് പറയുന്നത് 15 സീറ്റാണ്. അപ്പോൾ ഇനി രണ്ടാമത് പെർഫോം ചെയ്യേണ്ട ലീഗാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ KK രമ വിജയിച്ചു വരുമോ, അല്ലെങ്കിൽ പാലയിൽ മാണി സി കാപ്പൻ വിജയിച്ചു വരുമോ, ഇപ്പോൾ RSP പിന്നെ ചവറയിൽ വിജയിച്ചു വരുമോ, ഇപ്പം ജോസഫിന് നിശ്ചയമായിട്ടും തൊടുപുഴയും അല്ലെങ്കിൽ പിന്നെ കടത്തുരുത്തിയും ഒക്കെ ഉറപ്പാക്കാൻ കഴിയുമായിരിക്കും. പിന്നെ ആരാണ് നിങ്ങളുടെ കൂടുതൽ പെർഫോം ചെയ്യാനിരിക്കുന്നത്? 71, 72 സീറ്റ് വേണം. നീ പറയുന്ന ഈ പോയിന്റ് വാലിഡ് പോയിന്റ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താങ്കൾ ഒരുപാട് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തതാണ്. എനിക്ക് താങ്കളുടെ ബഹുമാനം തോന്നിയിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ താങ്കളുടെ റിപ്പോർട്ടിങ് എല്ലാവരും ഒരു ദിശയിലേക്ക് ഇന്ത്യ പോകുന്നു കണ്ടപ്പോൾ ഒരു ദിശയിലേക്കല്ല പോകുന്നത്, തിരിച്ചാ ദിശ പോകുന്നു പറഞ്ഞ ആളാണ് താങ്കൾ. അതെ, UP-യിലടക്കം. അതെ, UP രാഷ്ട്രീയം അടക്കം. UP രാഷ്ട്രീയം എല്ലാവരും യോഗി ആദിത്യനാഥ് ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയല്ല UP-യിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നു മാറ്റം ഉണ്ടാകുന്നു, ആരും വിശ്വസിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ മുന്നണിയിൽ, ഞങ്ങളുടെ മുന്നണിയിൽ ചെറുതും വലുതുമുള്ളവേ കക്ഷികളുണ്ട്. സീറ്റുകൾ വരുന്ന എപ്പോഴാണ്? വൻ കക്ഷികളായാലും ചിലപ്പോൾ ഞങ്ങൾ 21 സീറ്റിൽ കോൺഗ്രസ് വന്നു, 60 സീറ്റിൽ വന്നിട്ടുണ്ട് 2001 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രെൻഡിനോടൊപ്പമാണ് സീറ്റ് വർദ്ധിക്കുക. ഇപ്പം താങ്കൾ പറയുന്ന ഈ പാർട്ടികൾക്കെല്ലാം അവർ മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം ജയിക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് വന്നാൽ എല്ലാം ജയിക്കും. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഒരു മുന്നണി തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത്. വോട്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സോഷ്യൽ ഇക്വേഷൻസാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണത്തേക്കാളേറെ നിർണായകമാകുന്നത്. കറക്റ്റാണ്. ആ പൊളിറ്റിക്കൽ കേരളത്തിലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഞങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങളുടെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കുക, അത് സർക്കാരിനോട് വിരോധമുള്ളവരെ കൂട്ടിയടിപ്പിക്കുക, ഞങ്ങളോട് താല്പര്യമുള്ള ഞങ്ങളുടെ നയങ്ങളോട് താല്പര്യമുള്ളവരെ കൂട്ടിയടിപ്പിക്കുക. ഈ 2 കാര്യങ്ങൾ സൈലൻ്റായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൃത്യമായിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി വരുന്നത് കൊണ്ടാണ്, പൊളിറ്റിക്കൽ പാർട്ടികളോടൊപ്പം ഇതും കൂടെ വരുന്നത് കൊണ്ടാണ് ഈ ക്ലൈമറ്റിലേക്ക്
ഞങ്ങൾ വരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. സോഷ്യൽ ഇക്വേഷൻസും വളരെ പ്രധാനമാണ് അല്ലേ? ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കുമ്പോൾ സോഷ്യൽ ഇക്വേഷൻസ് ഇപ്രാവശ്യം കോൺഗ്രസിനും UDF-നും അനുകൂലമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനത്ത് 46% ന്യൂനപക്ഷ വോട്ടാണ്, 28% മുസ്ലിങ്ങൾ വോട്ടുണ്ട്, 18% ക്രിസ്ത്യൻ വോട്ടുണ്ട്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ ബ്ലോക്കായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി UDF-നൊപ്പം നിൽക്കുന്നുണ്ട്. അത് 2019 നിന്നു, 2024 നിന്നു, നമ്മളത് കണ്ടിട്ടുള്ളതാണ്. എന്നാൽ കുറേ കാലമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വലിയ രീതിയിൽ UDF-ന് അനുകൂലമായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തിരുവിതാംകൂറിലെ, മധ്യ തിരുവിതാംകൂറിലെ, പ്രത്യേകിച്ച് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കിയൊക്കെ വലിയ വിജയമാണ് UDF-ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ദേ ആർ ഓൾസോ കമ്മിങ് ബാക്ക് ടു UDF ഫോൾഡ് എന്നൊരു സാഹചര്യം വന്നു നിൽക്കുന്നു. അപ്പോൾ ഇതായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുന്നത്. ശരിയാണോ? ഇതൊരു ഘടകം തന്നെയാണ്. ഇത് മാത്രമല്ല, ഞങ്ങളുടെ ഇടക്കാലത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന ഹിന്ദു വോട്ടുകളും ഞങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ. ഞാനിപ്പം പല സീറ്റുകളും ജില്ലാ പഞ്ചായത്ത് മത്സരങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ല തന്നെ സിറ്റി കോർപ്പറേഷൻ ഞങ്ങൾ തോറ്റു. അതെ. പക്ഷെ ജില്ലാ പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ നെക്ക് ടു നെക്കാണ്. മാത്രം ഒരു സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ മാറും, ജില്ലാ പഞ്ചായത്ത് മാറി. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ഘടന എടുത്ത് നോക്കിയാൽ നമ്മൾ ജയിക്കില്ല എന്ന് കാണുന്ന തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവം ഉണ്ണിക്കറിയാലോ. അതെ. അത് ഈ പറഞ്ഞ രണ്ട് സ്വഭാവങ്ങളല്ലല്ലോ ഉള്ളത്. അല്ല. അപ്പോൾ ഞങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാതിരുന്നു. ഞങ്ങൾ ഇടക്കാലത്ത് പോയിരുന്ന വോട്ടുകളും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വളരെ കരുതലോടെയുള്ള സമഗ്രമായ ജോലി ആ വോട്ടുകൾ കൂടുതൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഈ വോട്ടുകൾ ഒന്നിച്ചു നിർത്തുക. കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് UDF-ൻ്റെ പൊളിറ്റിക്കൽ എപ്പോഴും അങ്ങനെ എല്ലാ കാലത്തും. അപ്പോൾ അതിലേക്ക് ഉറച്ചു നിന്നുകൊണ്ട്, ആ ബേസിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ ബേസ് വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോലാണ് 2 മാസത്തെ എഫേർട്ട്. ഇപ്പോൾ ഈ ഹിന്ദു വോട്ടുകൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു, വളരെ ശരിയാണ്. ആ ഹിന്ദു വോട്ടുകളും കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നിങ്ങളെ ഈറ്റ് ഔട്ട് ചെയ്യുന്ന ഹിന്ദു വോട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന BJP പ്രാവശ്യം ആ രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിഷയം യഥാർത്ഥത്തിൽ BJP വേണമെങ്കിൽ വലിയ രീതിയിൽ കത്തിച്ച് അവർക്ക് അനുകൂലമാക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് അനുകൂലമായി മാറേണ്ട ഒരു കാര്യവുമാണ്. അവർ മനഃപൂർവ്വമായി അതിനകത്തൊരു സാവധാനതയും മനഃപൂർവ്വമായൊരു തണുപ്പൻ നയവും സ്വീകരിച്ചിട്ടുണ്ടോ? അത് എന്ന് പറയുന്നത് LDF-നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു. അതുകൊണ്ടാണോ നിങ്ങളിലേക്ക് ആ വോട്ട് വന്നത്? അല്ല, എനിക്ക് മനസ്സിലാകാത്ത കാര്യം വോട്ടാർക്ക് വന്നു എന്നുള്ളതല്ല. വോട്ട് വരുന്നത് വരുമോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ശബരിമല വിഷയത്തിൽ BJP എടുത്തൊരു നിലപാട് എന്നെ ആശ്ചര്യപ്പെടുത്തി പലപ്പോഴും. അവരോടൊരു ട്രംപ് കാർഡായിട്ട് അവരെല്ലാ കാലത്തും പറയുന്ന വിശ്വാസവും ഹിന്ദുവും ഇതൊക്കെ നമ്മളത് പറയാറുണ്ട്. ഇതൊക്കെ തന്നെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധം മാത്രമാണ്. പക്ഷെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ആയുധമാണെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അവർ തയ്യാറായിട്ടേ ഇല്ല ഈ കാലത്ത്. പേരിന് ചില സമരങ്ങൾ അവർ നടത്തി, ഭക്തസംഗമം നടത്തി, അത് നടത്തി എന്നല്ലാതെ കണ്ടിന്യൂസ് ആയി ഇഷ്യൂ കയറി പിടിക്കാനോ അതിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ അവർ ശ്രമിച്ചില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആ വിഷയമുണ്ടായ അന്നു മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വിഷയത്തിനകത്ത് ജാഗ്രതയോടെ, ജനങ്ങളുടെ ജാഗ്രതയോടൊപ്പം നിർത്തിക്കാനുമുള്ള കണ്ടിന്യൂസ് ആയ പരിശ്രമം നടത്തി. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു റിയാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ശരി, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ പറയും, നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് വന്നു, അതിൻ്റെ ഒരു അരിത്മെറ്റിക്സിലേക്ക് നമ്മൾ പരിശോധിക്കേണ്ടായി. പക്ഷേ നമ്മൾ CPM-നെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. താങ്കൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറയുകയല്ല, കോൺഗ്രസ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ചില പുതിയ നീക്കങ്ങൾ CPM ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ ബ്ലോക്കായിട്ട് മുസ്ലിം സമുദായവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായവും കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ആ ക്രിസ്ത്യൻ സമുദായത്തെ പിടിക്കാൻ പോവുകയാണ് കേട്ടോ. JB കോശി റിപ്പോർട്ട് നടപ്പാക്കാൻ പോവുകയാണ്. ചെറിയ നീക്കമൊന്നുമല്ല. 6% സംവരണമാണ് ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് നൽകാൻ പോകുന്നത്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് ഉറപ്പാക്കാൻ പോകുന്നത്. ഈ നാടാർ ക്രിസ്ത്യൻസ്, ദളിത് ക്രിസ്ത്യൻസ്, കൺവേർട്ടർ ക്രിസ്ത്യൻസ്, കോസ്റ്റൽ മേഖലയിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ 70 മണ്ഡലങ്ങളാണ് ഉള്ളത് കേരളത്തിൽ. ആ വിഭാഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇങ്ങോട്ട് മാറിയാൽ കാര്യങ്ങൾ മാറും. ഇതൊക്കെ കണക്കുകൂട്ടലാണ്, അവർക്ക് മനപ്പായസം ഉണ്ടാകും. നമ്മളെപ്പോഴും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാണുന്നത്, ഞാൻ കുറേ കാലമായിട്ട് UDF ഒരുപാട് ഈ അബദ്ധങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലാസ്റ്റ് മിനിറ്റ് റിസർവേഷൻ സംവരണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഈ ഗിമ്മിക്കുകളുണ്ടല്ലോ, അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുകയല്ല, നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുള്ളൂ. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5-10 വർഷം കാത്തിരിക്കണമായിരുന്നു JB കോശി റിപ്പോർട്ട് നടപ്പിലാക്കാൻ. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ വേറെ വഴിയൊന്നും ഇല്ലാതിരിക്കുമ്പം, ഇലക്ഷന് പോകാൻ നിൽക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകില്ലേ. ഓരോ കേരളത്തിലെ ഓരോ കേരളീയൻ്റെ ശരാശരി കടം എത്ര 4 ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ച സർക്കാരാണ് ഈ സർക്കാർ ഇരിക്കുന്നത്. അപ്പോൾ വരുന്ന സർക്കാരിന് മുമ്പിൽ എല്ലാ ഉത്തരവാദിത്വവും കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് പ്രഖ്യാപനം നടത്തി വരെ ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രഖ്യാപനം ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് വളരെ ആധികാരികമായിട്ട് പ്രഖ്യാപനമായിട്ട് കേരളം സ്വീകരിക്കുമോ? വേറെ ഗത്യന്തരമില്ലാതെ ഗിമ്മിക്കുകളായിട്ട് മാത്രമേ അത് മാറുള്ളൂ. JB കോശി റിപ്പോർട്ട് നടപ്പിലാക്കണോ എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആവശ്യമല്ലേ, UDF-ൻ്റെ ആവശ്യമല്ലേ?
അപ്പോൾ ആ കോശി ഗോപി കോശി റിപ്പോർട്ട് ഇവരിപ്പം 10 വർഷം നടക്കാതെ അവസാനം വർഷം നടത്താകുന്നതാണോ നല്ലത്? ഞങ്ങളുടെ ഗവൺമെൻറ് ഫ്രഷ് വന്ന് ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നായിട്ട് ഇത് വരില്ലേ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പരിപാടികളുമായിട്ടുള്ള ജനങ്ങളെ സമീപിക്കുന്നത്. കേവലം ഒരു ആൻറ്റി ഇൻകംബൻസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷനെ അല്ല UDF നേരിടാൻ വേണ്ടി പോകുന്നത്. ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷകൾ കണക്കിലെടുത്ത് ആ പ്രതീക്ഷകൾക്കനുസരിച്ച് കേരളത്തെ കൊണ്ടുപോകാൻ എല്ലാ സമൂഹങ്ങളെയും അവർ അർഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നടപടികൾ ആവശ്യമാണോ അതിന് കൃത്യമായ പദ്ധതിയും പരിപാടിയുമായിട്ടായിരിക്കും ഞങ്ങൾ ഇലക്ഷൻ നേരിടുന്നത്. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടേ വെള്ളാപ്പള്ളി നടേശൻ ചെറിയൊരു ജോലിയല്ല എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അദ്ദേഹം താങ്കൾ ഈ MP ആയിട്ട് വരുന്ന ആ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ആ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ഈ പറയുന്ന ഒരു അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോളെ ഈ CPM ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ച് എന്താ താങ്കളുടെ അഭിപ്രായം എന്ന് പറയുന്നത്? ഒരു ഭാഗത്ത് CPM ശക്തമായി ന്യായീകരിക്കുക, മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്തുതിഗീതം പാടുക, മറുഭാഗത്ത് കമ്മ്യൂണൽ ആങ്കർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമാകുക. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന സാഹചര്യം എങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ തിരിച്ചറിയുമുള്ളേ? ഞാനിപ്പോൾ കാണുന്ന CPM നേരിടുന്ന പ്രതിസന്ധി നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ CPM നേരിടുന്ന പ്രതിസന്ധി ബംഗാളിലെത്ത് സമാനമായ ഒരു പ്രതിസന്ധിയാണ് കേരളത്തിൽ നേരിടുന്നത്. അവർക്ക് അവരുടെ അണികൾക്ക് ആഗ്രഹിക്കുന്നൊരു ഭരണം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഐഡിയോളജിക്കലായിട്ട് അവരുടെ അണികൾ, കമ്മ്യൂണിസ്റ്റ് അണികൾ, എല്ലാ അണികളും ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന അണികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു ഭരണം അവിടെയാണ് നമ്മൾ ആലപ്പുഴ എടുത്ത് നോക്കിയേ, കഞ്ഞിക്കുഴി ഉണ്ണിക്കറിയാലോ, മുഹമ്മദ് ഉണ്ണിക്കറിയാലോ. അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം ഉണ്ടാക്കാൻ സാധാരണ കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ പറ്റുന്നതാണോ? അത് CPM പ്രവർത്തകർ തന്നെ വിചാരിക്കണം. അപ്പോൾ ഇത് ആ ഒരു 2 പഞ്ചായത്തിൻ്റെ അല്ലേ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരുടെ എത്രയോ കൊത്തലങ്ങളിൽ അവർക്ക് അതിൽ നിന്ന് കുത്തൊഴുക്കുണ്ടാകാത്ത അവരുടെ അണികളിൽ തന്നെ അസംതൃപ്തി ഉണ്ടായിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്? ഇത് തന്നെയാണ് പാർട്ടികളിൽ നയപരമായ സമീപനം മുമ്പ് എന്ത് കാലത്ത് എന്ത് സംഭവിച്ചാലും ആ നയത്തിൽ നിന്ന് മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാടെടുക്കുന്ന പാർട്ടി വളരെ പരസ്യമായി പറയുന്നു. ആ പാർട്ടിയിൽ നിന്ന് ഒന്നുകിൽ ആരെയോ ഭയപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചങ്ങാത്തത്തിൻ്റെ ഭാഗമായിട്ട് അവർ നിശബ്ദമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് അവരുടെ അണികൾക്ക് തന്നെ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നത് അവരെ ഏറ്റവും അപകടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ സോഷ്യൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഗുണകരമായിട്ട് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഒരു വലിയ വിശ്വാസം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ടുകളിൽ നിന്നുള്ള ശതമാനം തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവായിട്ട് ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞൊരു വികാരവും ഉണ്ടായിട്ടുണ്ട്. ഇനി കോൺഗ്രസ് എങ്ങനെയാണ് ഈ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ സ്വയം തോൽപ്പിക്കാൻ പോകുന്നത്? അങ്ങനെയുള്ളൂ, കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. താങ്കൾ പറയുന്നത് വളരെ പോസിറ്റീവ് സ്പിരിറ്റിൽ ഞാൻ എടുക്കുകയാണ്. ഈ ചാനലിലൂടെയാണ് താങ്കൾ ഈ വളരെ 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 ശ്രദ്ധേയമായൊരു ചോദ്യം കോൺഗ്രസ്സുകാരോട് സ്വയം ചിന്തിക്കാനായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഞാനതിനെ സ്വീകരിക്കുകയാണ്. കാരണം എല്ലാ അവസരം ഉണ്ടായാലും ആ അവസരങ്ങളെ സ്പോയിൽ ചെയ്യാൻ ചിലപ്പോൾ കോൺഗ്രസ്സിനകത്ത് സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ആത്മപരിശോധന നടത്തും. ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളങ്ങനെ ബ്ലൈൻഡായിട്ട് എന്തിനും വിമർശനങ്ങളെ ബ്ലൈൻഡായിട്ട് കാണുന്ന പാർട്ടി അല്ലാത്തതുകൊണ്ട് കാണാം. അതുകൂടി കരുതിക്കൊണ്ടാണ് ഞങ്ങളുടെ ഓരോ ചൂടുവെപ്പ് നിൽക്കുന്നത്. 2025 വലിയ വിജയമാണ് നൽകിയിരിക്കുന്നത് കേരളം. 2026 ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ഒറ്റ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമായിരിക്കും. അല്ല, അത് ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അതിനകത്ത് ആ ഒരു ചുവരെഴുത്ത് വായിക്കാൻ കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകനും ഓരോ നേതാവിനും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരബോധം സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഞങ്ങളുടെ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയുടെ ഊന്നലും അതുതന്നെയായിരുന്നു. 2 ദിവസത്തെ ചർച്ചയുടെ ഊന്നലും അതുതന്നെയായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യോജിച്ചുള്ള മനസ്സറിഞ്ഞുകൊണ്ട് സംസാരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിയിലുണ്ടാവും. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്, കോൺഗ്രസ്സിലും ഉണ്ടാവും. എല്ലാ അഭിപ്രായങ്ങളും ഒരു നേതാവിൻ്റെ അഭിപ്രായം എല്ലാവരും സ്വീകരിക്കലാണെങ്കിൽ പിന്നെ ആ പാർട്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ അതുണ്ടാവും. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ പരസ്പരം ചർച്ച ചെയ്ത് സംസാരിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ കോമൺ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയായി മുന്നോട്ട് പോകുകയാണ്. അതൊരു കലക്റ്റീവ് ലീഡർഷിപ്പിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്നത് വളരെ കരുതലായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയ കാര്യത്തിലായാലും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ്റെ കാര്യത്തിലായാലും ചെറിയ ചെറിയ പാകപ്പിഴകൾ ആര് ചൂണ്ടിക്കാണിച്ചാലും അത് തിരുത്താവുന്നത് പരമാവധി തിരുത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അതാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമായിട്ട് വരാൻ പോകുന്നത്. നോക്കൂ, കേരളത്തിൽ ഈ
ഈ CPM-ൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ പെർഫോമിംഗ് MLAs-നെ വെച്ചിട്ടാണ്. ഇപ്പം ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരു ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്കൊരു ലോക്കൽ ഇൻകംബൻസി ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നില്ല. അവരുടെ MLA-മാരെ കുറിച്ച് ഒരു പൊതുജനാഭിപ്രായം നല്ല രീതിയിലാണ് എന്ന് തന്നെ അവർ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവരെക്കാൾ കരുത്തരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കോൺഗ്രസ്സിൽ അത് സാധ്യമാണോ? പുതുമുഖങ്ങളെ അനുവദിക്കുമോ? ഇപ്പോൾ തന്നെ 80 വയസ്സൊക്കെ കഴിഞ്ഞ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറുള്ള ആളുകൾ പോലും കയ്യിലുകുത്ത് റെഡിയായി നിൽക്കുകയാണ് മത്സരിക്കാൻ എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഹൗ യു ആർ ഗോയിങ് ടു ഓവർകം ദിസ് ചാലഞ്ച്? ഞങ്ങൾ ഒറ്റ കാര്യമുള്ളൂ ഇതിനകത്ത്. സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയിട്ടുള്ള കാര്യം. അതിന് സയൻറ്റിഫിക്കായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒന്നല്ല, സയൻറ്റിഫിക്കായ കൃത്യമായ പഠനങ്ങൾ നടക്കും. അതുകൊണ്ട് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ആർക്കാണോ വിജയസാധ്യത, അതിന് ചെറിയ നേതാവാണോ വലിയ നേതാവാണോ ഇടത്തരം നേതാവാണോ എന്നുള്ള പ്രശ്നമല്ല, അത് മുൻഗണന എടുത്തുകൊണ്ടുള്ള നടപടിയായിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് നമുക്ക് ഇപ്പം വിജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം, അതിനകത്ത് താങ്കൾ പറഞ്ഞ മറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും, ഒരു ബ്ലെൻഡിങ് ഉണ്ടാകും, ഫൈൻ. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ പാർലമെൻ്ററി പാർട്ടിയാണ്. അങ്ങനെ ഒരു രീതിയാണല്ലോ കോൺഗ്രസ് പിന്തുടർന്നു വരുന്നത്. അതിനകത്ത് ഹൈക്കമാൻഡിന് ഒരു സേയൊന്നും ഉണ്ടാവില്ല. മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള ജനപ്രതിനിധികൾ കൂട്ടായിട്ടിരുന്നിട്ട് അവരുടെ ഒരു ലീഡറിനെ നിശ്ചയിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ഓരോ നേതാവും തൻ്റെ അണികളെ സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമം കോൺഗ്രസ് എപ്പോഴും നടത്താറുണ്ട്. പിന്നെ അവിടെ ഒരു വടംവലിയാണ് നടക്കുന്നത്. അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ്. അത് ആവർത്തിച്ചാൽ ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ. ഈ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം മുമ്പിലുള്ള ഒരു ചോദ്യമുണ്ട്. ഭരണത്തിൽ 71 വന്നാലല്ലേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. 71 വന്നില്ലെങ്കിൽ ഈ പറയുന്ന മൂന്നാമത് തവണയും കൂടെ പ്രതിപക്ഷത്തിരിക്കാൻ അല്ലേ അവർക്ക് പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും അത് ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരും, ഞാൻ പറഞ്ഞ എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാകും, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടാകും. ഒരു പൊതുമാനദണ്ഡം ഞങ്ങൾ വെച്ചിട്ടുണ്ട്, അത് എല്ലാവരും അംഗീകരിക്കും. ആരാണോ ജയിക്കാൻ സാധ്യത, നമ്പർ വരണ്ടേ, അതിനെല്ലാവരും വിട്ടുവീഴ്ച ചെയ്യും. അല്ല, പരസ്പര പോരില്ല എന്ന് നിങ്ങൾ ആ ക്യാമ്പിൽ തന്നെ പ്രഖ്യാപിച്ചതായിട്ടാണ് പുറത്തേക്ക് വന്ന വാർത്തകൾ അല്ലേ? ചില മുഖ്യമന്ത്രി മുഖങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് അങ്ങനെ ഒരു ഫൈറ്റില്ല എന്നും മറിച്ച് വിജയമാണ് ആദ്യത്തെ പ്രാധാന്യം എന്നും പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ഒത്തൊരുമയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആ ഒരു ഒത്തൊരുമയാണ് ഞങ്ങൾ ക്യാമ്പിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ വിജയത്തിൻ്റെ നമ്പർ 1 സൂചിക എന്ന് പറയുന്നത് അത് തന്നെയാണ്. മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നതിന് ആർക്കാ തെറ്റു പറയാൻ പറ്റും? എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ? പക്ഷെ അതാകണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജയിക്കണ്ടേ? ജയമല്ലേ പ്രധാനം. അപ്പോൾ ജയം പ്രധാനമാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയാകുമ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടാകും. ജനങ്ങൾ അതിൻ്റെയൊക്കെ കുറച്ച് ലിവറേജ് കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇക്കുറിയില്ലെങ്കിൽ ഇനി ഒരിക്കലും കേരളത്തിലില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അല്ല, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇലക്ഷനും പ്രാധാന്യമുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഇക്കുറി ഇല്ലെങ്കിൽ അതോടെ ഇല്ല എന്നുള്ള ചിന്താഗതി കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഉണ്ടായാൽ അതിന് ആ ഒരു അഡ്വാൻറ്റേജ് കൂടി ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തി എന്ത് വിധേനയും ജയിക്കണമെന്നുള്ള ചിന്താഗതിയാണ് കോൺഗ്രസിനും UDF-നും ഉള്ളത്. അത് ഞങ്ങൾക്ക് സംശയമില്ല. അപ്പോൾ വളരെയധികം നന്ദി. ഓൾ ദി ബെസ്റ്റ്. നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വലിയ വിജയകരമാകട്ടെ. താങ്ക് യു.